രൗദ്രം കാണിക്കിങ്ങനെ അത്ഭുതം. കാമോ കാമോ അല്ല കാമോ പറഞ്ഞു പോയി. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ പാലക്കാടും ട്രിവാൻഡ്രവും ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്ന് സ്ലാങ്ങുകൾ. അല്ലല്ല, കുറെ പേര് എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വേറെ സാധനല്ലേ മരച്ചീനി, നിങ്ങളവിടെ എന്തോ പറയണേ? നമ്മുടെ നോർമലി മതി, നീ ഇനി അത് പറയണ്ട. ഞങ്ങളിവിടെ മരിച്ചിനി എന്ന് പറയാ. ഇന്നും ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും പല വ്യക്തികളും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ കുറേ പേര് കമൻറ്റ് താഴെ ട്രിവാൻഡ്രത്തുള്ളവരെല്ലാവരും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, കുറേ പേര് അങ്ങനെയല്ല, പക്ഷെ ഇന്നും കുറേ പേര് അങ്ങനെയാണ്. അവരെയൊന്നും ഇവർ കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ. പിന്നെ എക്സ്പ്രഷൻ കൊടുക്കണ്ടല്ലോ, കണ്ണൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇവനാണ് ഞാനാണ്. എനിക്ക് നിന്റെ ട്രിക്കൊക്കെ നീ അവിടെ മനസ്സിൽ വെച്ചേ. ഈ ട്രിവാൻഡ്രം സ്ലാങ് വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രത്ത് വെങ്ങാനൂരാണ്. ഈ ഭാഷയാണ് സംസാരിക്കുന്നത്? അല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ. ഇതിപ്പോൾ കുറേ പേര് തർക്കിക്കും ഇങ്ങനെയൊന്നും അല്ല ട്രിവാൻഡ്രം സ്ലാങ് എന്ന്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഇപ്പോഴും അറിയാം. ചില ഞാൻ സ്ഥലങ്ങളോ എവിടോ മെൻഷൻ ചെയ്യുന്നില്ല. ഇന്നും ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും പല വ്യക്തികളും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ കുറേ പേര് കമൻറ്റ് താഴെ ട്രിവാൻഡ്രത്തുള്ളവരെല്ലാവരും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, കുറേ പേര് അങ്ങനെയല്ല, പക്ഷെ ഇന്നും കുറേ പേര് അങ്ങനെയാണ്. അവരെയൊന്നും ഇവർ കാണാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ചാനലിൽ ഒരു ഷോ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നത് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് പറയണം. അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് കുറെ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന്, കണ്ടിട്ടില്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡക്ലസ് അണ്ണന്റെ ഭാര്യ ഡെയ്സി ചേച്ചി, ഡക്ലസ് അണ്ണന്റെ ഭാര്യ ഡെയ്സി ചേച്ചി, ഡക്ലസ് അണ്ണന്റെ പട്ടി മോസി, പിന്നെ കുറിണിയപ്പച്ചി, അങ്ങനെ അങ്ങനെ കഥാപാത്രങ്ങൾ. അതൊക്കെ അപ്പൊ വരും പേരുകളൊക്കെ. അപ്പൊ സ്പോട്ടിലല്ല, മീൻസ് ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ പേരുകൾ വരുമ്പോ അങ്ങനെ ഇട്ട് പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അല്ല ഞാനേ നമ്മുടെ ഇതിനകത്ത് ഈ കോമഡി ഉത്സവത്തിനകത്ത് ട്രിവാൻഡ്രം മാത്രമല്ല കേട്ടോ, കുറേ ഇങ്ങനെ ഡിസ്ട്രിക്റ്റ് 14 ജില്ലകളുടെയും ഇത് പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ട്രിവാൻഡ്രം വന്നു, കോഴിക്കോട് വന്നു, തൃശ്ശൂർ വന്നു, പാലക്കാട് വന്നു, പിന്നെ കോഴിക്കോട് പാലക്കാട് ഇത്രയൊക്കെ തന്നെ വന്നേ. ഇതൊക്കെ ക്യാരക്ടറൊക്കെ നിങ്ങൾ തന്നെയാണോ? അല്ല, ഞങ്ങളല്ല. അത് ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ 2 പേര് വെച്ച് വന്നിട്ട് ഇതുപോലെ പെർഫോമൻസ് ചെയ്തിരുന്നു. പക്ഷെ ഹിറ്റ് ആയത് ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. കാര്യം അവരൊന്നും അത്ര എന്തോ അറിയില്ല. പാലക്കാട് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നീ നിന്റെ സ്ഥലം പാലക്കാടല്ലേ? പാലക്കാട് അറിയോ? പാലക്കാട് ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം. ഞങ്ങള് പാലക്കാട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കോയമ്പത്തൂർക്ക് സേലത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇതുവഴി പാസ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പറ്റാത്തൊരു ക്ലൈമറ്റാണ് ചൂട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ചൂടൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പാലക്കാടല്ലേ? അപ്പം നീ പാലക്കാട് സ്ലാങ്ങിൽ പറ, ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയാം. എന്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാലക്കാട് സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ പാലക്കാടും ട്രിവാൻഡ്രവും ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്ന് സ്ലാങ്ങുകൾ. അല്ലല്ല, കുറെ പേര് എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് സ്ലാങ് ആണോ പറയുന്നതെന്ന്. എന്തൊക്കെയോ എനിക്കൊന്നും നീട്ടുന്നതിന്റെ ഒക്കെ ആയിരിക്കും. ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. സെറ്റ്. എനിക്ക് പാലക്കാട് ആണെങ്കിൽ പോലും ഭാഷ എനിക്ക് അറിയാം, പക്ഷെ സംസാരം നോർമലി എങ്ങനെ എൻ്റെ പാലക്കാട് ഭാഷയല്ല. അതിപ്പോ എനിക്കും ട്രിവാൻഡ്രം സ്ലാങ് അറിയാം, പക്ഷെ ഞാൻ നോർമലി അങ്ങനെ പക്ക ട്രിവാൻഡ്രം സംസാരിക്കും. പാലക്കാട് പോലെ സംസാരിക്കും. അത് കൂടുതൽ വരകണ്ട, സീരിയസ്ലി മതി, എനിക്കറിയാം. പക്ഷെ പണ്ട് പാലക്കാട് ആരെങ്കിലും നീ ഇത് മുന്നേ കൂട്ടി ഇതെടുക്കുവാണോ? ആളുടെ ആരും ഒന്ന് വിചാരിക്കരുത്. ഐഡിയ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നീ പാലക്കാട് പറയാൻ ട്രിവാൻഡ്രം പറയാം. തെറ്റല്ല. അതായത് പാലക്കാട് പണ്ടൊക്കെ കുട്ടികളെ കളിയാക്കും, ഈ പാലക്ക് എന്തുവാടാ എന്താണ്ടാ ആ സാധനം വരും. അപ്പോൾ ഞാൻ ഭയങ്കര പേടി, നമ്മുടെ ലാംഗ്വേജ് പറയാനൊക്കെ ഒരു കളിയാക്കും, പേടിയുണ്ടായിരുന്നു. അവസ്ഥയുണ്ട് ട്രിവാൻഡ്രത്തും. നമ്മൾ ഈ നീട്ടി പറയുന്നതിനൊക്കെ ആൾക്കാർ ഒരുപാട് മാറിയത് അങ്ങനെയാണ്.
പിന്നെ പണ്ടൊക്കെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്ര എന്ന് പറയുമ്പോൾ അപ്പി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ ജില്ലകളിലും സൂര്യക്കും ചന്ദ്രയ്ക്കും ഫാൻസ് ഉണ്ട് ഇഷ്ടംപോലെ. അതവിടെ ട്രിവാൻഡ്രത്തിന് നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ പാലക്കാട് ഭാഷ ചെറുപ്പ സമയത്ത് അങ്ങനെ ഭയങ്കര ഒരു നാളുണ്ടായിരുന്നു, പറഞ്ഞ കളിയാക്കുന്നു. പക്ഷെ ഇപ്പോ ലാംഗ്വേജ് പറയാൻ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പക്ഷെ കിട്ടുന്നില്ല. തൃശ്ശൂർ ആയതുകൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കാം, നീ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ചോദ്യം മാത്രല്ല എന്തെങ്കിലുമൊക്കെ പറ, അപ്പൊ ഞാൻ തിരിച്ചങ്ങനെയൊക്കെ പറയാം. അതെ എന്ത് ചോദിക്കും ഇങ്ങോട്ട്? ഞാൻ അതെന്തുവാ, നീയല്ലേ ആങ്കർ, അപ്പൊ നീയല്ലേ ചോദിക്കേണ്ടത്. അങ്ങനെയാണാ? അതെ, വീട് എവിടെയാണ്? അങ്ങനെയല്ല, ശരി എനിക്ക് അറിയത്തില്ല പാലക്കാട്. ഇങ്ങോട്ട് ചോദിക്കാം, ഞാൻ മറുപടി വേണമെങ്കിൽ എന്തെങ്കിലും പറയാം. ഒരു സംഭവം നമ്മളിപ്പോ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആരെയും പിള്ളേർ താഴെ എന്താണ്ടാ അങ്ങനെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ചോദിക്കുക അതിന്? അതായത് എന്താണ്ടാ കാണിക്കണേ അങ്ങനെ പറയല്ലേ. പിന്നെ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ വാട്ട്, അതായത് വാട്ട് അതല്ല WHAT വാട്ട്, അതിന് നമ്മൾ പറയണത് എന്താണ്? വാട്ട് നിങ്ങൾ എന്താ പറയാ ട്രിവാൻഡ്രം ഭാഷയില്? എന്തിര്. എന്തിരല്ല എന്തര്. നീ ശരിയാവൂല, ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അറിയില്ല ഭാഷ കൊണ്ടായിരിക്കും. നീ എന്താണ് ഇപ്പൊ ഈ ജോലിക്ക് വന്നത്? വേറെ ജോലി കിട്ടാത്തതുകൊണ്ട്. പാലക്കാട് കുറച്ച് കൂടുതൽ ട്രിവാണ്, കാരണം 2 ദിവസമായിട്ട് ട്രിവാണ് കേട്ടിട്ട്, കാരണം ഇന്റർവ്യൂ ചെയ്യാൻ വരുവാണല്ലോ കുറെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിന്റെ പാലക്കാട് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഭാഷ പറഞ്ഞല്ലോ, അപ്പൊ പാലക്കാടിന്റെ കുറച്ച് വേർഡുകളൊക്കെ ഞാൻ പറയാം. അതിനെങ്ങനെയാണ് കൺവേർട്ട്, ഐ മീൻ ട്രിവാൻഡ്രത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ആദ്യം തന്നെ എന്ത് പറയും? ഞാൻ ചോദിക്കട്ടെ? കണ്ണുരുട്ടുന്നു. ഞാൻ ചോദിക്കട്ടെ? നമ്മുടെ ഈ പറമ്പ് എന്ന് പറഞ്ഞാൽ കോമൺ പറമ്പ്. നമ്മുടെ പറമ്പിനെ നിങ്ങളവിടെ എന്താ, പാലക്കാട് എന്താ പറയാ? കാട്. കാടെന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഇല്ലടാ, പറമ്പിന്റെ കാര്യങ്ങൾ കാടെന്ന് പറയൂടാ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് പറയും വിളവെടുപ്പാണോ? വിളവെടുപ്പല്ല, വിള. പൈനാപ്പിൾ എന്ത് പറയും? അതെന്നെ ചോദിച്ചല്ലേ? പൈനാപ്പിൾ തന്നെ പറയാം. ഞാൻ പൈനാപ്പിൾ ആണ്. മലയാളത്തിൽ നിങ്ങളുടെ പൈനാപ്പിൾ എന്ത് പറയും? കൈതച്ചക്ക എന്ന് പറയോ? ഇല്ല, പറയുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം വേറെ കുറെ സ്ഥലങ്ങളിലൊക്കെ, പക്ഷെ ഞാൻ പൈനാപ്പിൾ എന്ന് പറയാം. പാലക്കാട് ആൾക്കാരൊന്നും തെറ്റിരിക്കരുത്. ഞങ്ങളിവിടെ പൂർത്തിച്ചക്ക എന്ന് പറയും. എന്ത് ചക്ക? പൂർത്തിച്ചക്ക. അപ്പൊ വേറൊരു ചക്കയില്ലേ? കൈതച്ചക്ക. കൈതച്ചക്കാന്ന് മറ്റുള്ളവർ പറയും, ഞങ്ങൾ ഇവിടെ പൂർത്തിച്ചക്ക എന്ന് പറയും. ഇവിടെ കൈതച്ചക്ക എന്ന് പറയുമായിരിക്കും, ഞങ്ങളൊക്കെ പൂർത്തിച്ചക്ക എന്ന് പറയാം. മറ്റേ തെങ്ങിന്റെ ഓലയില്ലേ, എന്താ പറയാ? ഓല. തെങ്ങിന്റെ ഓലയ്ക്ക് ഓല തന്നെ. പക്ഷെ മടല്, മടല് മറ്റേ വേറൊരു സാധനം പറയും. അയ്യോ എന്റെ പേര് പറഞ്ഞു. തെങ്ങിന്റെ സംഭവം. ഓല ഉണ്ട്, പിന്നെ ഓലയുടെ അറ്റത്ത് വരുന്നതിനെ നമ്മൾ മടൽ എന്ന് പറയാട്ടാ. ഓലയുടെ ഓല വെട്ടിക്കഴിഞ്ഞതിന് ശേഷം വരുന്നില്ലേ, അതിനെയാണ് മടൽ എന്ന് പറയാ. പിന്നെ മറ്റേ അല്ലാണ്ട് വന്ന് വീഴുന്നൊരു സാധനം ഉണ്ടല്ലോ, അല്ല ഏട്ടാ, മറ്റേ ഉണങ്ങി വീഴുന്ന, നമ്മള് കത്തിക്കാനൊക്കെ എടുക്കുന്ന കൊതുമ്പിന് എന്താ പറയാ നിങ്ങള്? കൊതുമ്പ്. നമ്മൾ ഈ കീറി നമ്മൾ കത്തിക്കില്ല, കൊതുമ്പ് ചൂട്ടു എന്നാ നമ്മള് പറയാ. അതായത് കൊതുമ്പ് ചൂട്ട്. മച്ചിങ്ങ നമ്മളിവിടെ കൊച്ചങ്ങ, ചെറുത് കൊച്ചങ്ങ. തേങ്ങ. പക്ഷെ തൃശ്ശൂർ നാളികേരാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളവിടെ? നാളികേരാണ് അവിടെ തേങ്ങ തന്നെ. തൃശ്ശൂർ നാളികേരം. നിങ്ങളുടെ തേങ്ങ തന്നെ പറയാ? ഞങ്ങളുടെ തേങ്ങ. തേങ്ങമുറി അല്ലെ? കറികളൊക്കെ സെയിം ആയിരിക്കും. കറികൾ സാമ്പാർ, മീൻകറി, ഓലൻ, അത്ര സെയിം. അവിയല്, തോരൻ. കുറച്ച് വ്യത്യാസം അല്ലെ? കൊറേയൊക്കെ. ഈ പിന്നെ തെങ്ങില്ലേ, തെങ്ങിന്റെ ഈ അടിഭാഗത്തിന് നിങ്ങൾ എന്താ പറയാ? തെങ്ങിന്റെ അടിഭാഗത്ത് എന്താ പറയാ? നമ്മളിവിടെ തെങ്ങിന്റെ നമ്മളിവിടെ തെങ്ങിന്റെ മൂടെന്ന് പറയും. മൂടെന്നാ പറയാ. തൃശ്ശൂർക്കാർ കിടക്കെന്ന് പറയും. തെങ്ങിന്റെ കിടക്ക എന്നാ പറയാ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് സംഭവം. തെങ്ങിന്റെ താഴെ പറഞ്ഞിട്ടില്ല. നീ എവിടെ നിന്ന് വന്നതായിരിക്കും അല്ലേ? ഭയങ്കര ശോകമാണല്ലോ നീ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അത് എനിക്ക് അറിയത്തില്ല എന്താ പറയാ. ചില വേർഡ്സിനൊക്കെ ചിലര് തെങ്ങിന്റെ ചോട്ടിലെന്ന് പറയും. തെങ്ങിന്റെ ചോട്ടിലെന്ന് പറയും. താഴെ നിക്കല്ലെന്ന് പറയും. മരത്തിന് താഴെ നിക്കല്ലെന്ന് പറയും. അല്ലെങ്കിൽ താഴെ മരത്തിന്റെ ചോട്ടില്, മരത്തിന്റെ മൂട്ടില്,
ചൂട് പറയാറുണ്ട്. നമ്മുടെ ഇവിടെ മൂട്ടിലെന്നാ പറയാ, അവര് കിടക്കിയെന്നാ പറയാ. കിടക്ക മീൻസ് ഈ വേറെ സാധനല്ലേ മരച്ചീനി, നിങ്ങളുടെ അവിടെ എന്തോ പറയണേ? നമ്മുടെ നോർമലി മതി, നീ ഇനി അത് പറയണ്ട. ഞങ്ങളിവിടെ മരിച്ചിനി എന്ന് പറയാ, നിങ്ങളിവിടെ തൃശ്ശൂർക്കാരൊക്കെ കപ്പയെന്ന് പറയും, കൊള്ളി എന്നും പറയും. നിങ്ങളവിടെ വേറെ പറയും, എനിക്കറിയാം, വേണ്ട വെറുതെ ആവശ്യമില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ചോദിക്കും ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങള്, ഡയലോഗ്സോ അല്ലെങ്കിൽ സംസാരം, എന്റെ ക്വസ്റ്റ്യൻസ്. എന്റെ വീട് എവിടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അങ്ങനെയാണ് സംഭവം. എന്റെ വീട്ടില് വാപ്പ, അമ്മ, 2 അനിയത്തിമാർ. അവർക്ക് എന്തിനാണ്? വാപ്പ ജോലിക്ക് പോണ്. നിങ്ങളുടെ സംസാരം വരും ഓട്ടോമാറ്റിക്കലി. അത് ഒരു എസ്കേപ്പ് അടാന്ന് പറഞ്ഞ വെള്ളി നീ പാലക്കാട് പറയാൻ പറ്റൂല്ലേ? പറ്റില്ല. അപ്പൊ തോൽവി സമ്മതിച്ചു, ഞാൻ ജയിച്ചു. ഓക്കെ, സെറ്റ്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും പാലക്കാട് ഭാഷ ഞാൻ തോറ്റുപോയല്ലോ, ഇനി ഞാൻ വേറെ ടാസ്ക് തരാൻ പോണേ. ഓക്കെ, ടാസ്ക് ക്ലിയറാ. അതായത് ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് മറുപടി ആയിട്ട് തെറ്റുത്തരം പറയണം. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് തെറ്റുത്തരം പറയണം. ഓക്കെ, സെക്കൻഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ തെറ്റുത്തരം ഈ ശരി ഉത്തരം ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ കത്തിയോ, മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബന്ധം ഇടാൻ പാടില്ല. പറയുന്ന സംഭവം ട്രിവാൻഡ്രം സ്ലാങ്ങിലും ആയിരിക്കണം. 3 ടാസ്ക് ഉണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. നമ്മൾ അതാണ് 3 ടാസ്ക് ഉണ്ടല്ലോ. അപ്പോൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. പൊട്ടിന്റെ കളർ എന്താന്ന് ചോദിക്കുമ്പോൾ അത് ബ്ലാക്ക് ആണല്ലോ, അല്ലേ? ബ്ലാക്ക്. അപ്പോൾ പക്ഷെ ഞാൻ ബ്ലാക്ക് എന്ന് പറയാൻ പാടില്ല, നീല എന്ന് പറയാൻ പാടില്ല. ആൻസർ ആണല്ലോ അത്, ഏകദേശം ആൻസറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ബന്ധമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയണം. പക്ഷെ ഈ ശരിക്കുള്ള തെറ്റ് ശരിയെന്നല്ല, തെറ്റ് പറയണം. പക്ഷെ ആൻസർ വിപരീതമായിട്ടുള്ള ട്രൈ ചെയ്യല്ല. ഓക്കെ, ട്രൈ ചെയ്ത് തോക്കട്ടെ. ഓക്കെ, പോവാം. അപ്പോൾ ആദ്യം തന്നെ നല്ല എന്താ ചോദിക്കറിയോ, കുറേ ഉണ്ടല്ലോ മനസ്സിൽ. സ്ഥലം എവിടെയാ? മാപ്പിള പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ഇന്നലെ എമ്പുരാൻ കണ്ടേ, പൊളപ്പ സിനിമ. ആണോ? ഓക്കെ, ഫൈൻ. രാവിലെ എന്താ കഴിച്ചേ? അച്ഛൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? പറ, എന്ത് പറഞ്ഞു? കോവിലിൽ പോയി. ആര്? പട്ടിക്കുട്ടി. ഓക്കെ, ഫൈൻ. നാളെ കാലത്ത് എന്താ പരിപാടി? തൃശ്ശൂർ എന്താ പരിപാടി ഇന്ന്? പറ. കുളിച്ച് എപ്പോ? കുളത്തില്. കുളത്തില് പോയി. എപ്പോഴാണ് നീ ചോദിച്ചത്? അല്ല, കുളിച്ച് എപ്പോഴാണ് നീ ചോദിച്ചേ? എപ്പോഴാണ് നീ ചോദിച്ചത്? ഞാൻ കുളത്തിലെന്നേ പറയുള്ളൂ, ടൈം പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നോ, പറഞ്ഞതായിരിക്കണം. ശരി, ഓക്കെ. എവിടെ കുളിച്ചേ? മാല കൊള്ളാം. ആണോ? എവിടെ വാങ്ങിയേ? ചേച്ചി. ആര് വാങ്ങി? അങ്ങനെ എവിടെന്ന് വേറെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ തോൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉന്നം. ഓക്കെ, വേറെ എന്താ ചോദിക്കാം? ഫൈൻ. നാളെ എന്താ പരിപാടി പറഞ്ഞത്? ബൈക്ക് ഓടിക്കും. ആര്? നിങ്ങളോ? കാർ ഓടിക്കും. പറ. നീ അതുമായിട്ട് പിന്നെ ചോദിക്കില്ല, വേറെ ചോദിക്കടാ. കാറ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ബൈക്ക്. ഫുഡാ ചോദിച്ചല്ലേ? കാറ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് ടാസ്ക് തരുവാണോ അതോ നീയാണോ പറയുന്നത്? ചെവി അടഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഒന്നാമതായിട്ട് മൊത്തം അടഞ്ഞു സമ്മതിച്ചിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും. അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കാം. പാലക്കാട് ഭാഷ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇങ്ങോട്ട് ചോദിക്കും, ഇതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ വിപരീതമായിട്ട് ഞാൻ മനസ്സിൽ പറയാം. ശരി, അത് പാലക്കാട് ഭാഷയിൽ പറയൂ? അതോ പാലക്കാട് ഭാഷയിൽ പറയാം. ഐ വിൽ ട്രൈ. ഓക്കെ, പെട്ടെന്ന് വേഗം. വീട് എവിടെ? വീട് ഭക്ഷണം കഴിച്ചു. ജോലി എന്താ? നാളെ വരും. ട്രെയിനിൽ പോവോ? എന്താ ട്രെയിനിൽ ടൈം ഉണ്ടല്ലേ? ട്രെയിനിൽ പോവില്ല. ചിരിച്ച് ഒരു വഴിയില്ല. കാത് അടഞ്ഞ ഒരു രക്ഷയില്ല. തലക്ക് വേദനിച്ചു സത്യം. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സംഭവം ഒക്കെ ഉണ്ട്.
അപ്പോൾ അടുത്തൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോമഡി ആർട്ടിസ്റ്റാണ്. അപ്പോൾ ശരിക്കും ഈ എല്ലാ ആൾക്കാരും കോമഡി ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിലും ഭയങ്കര കോമഡി ആയിരിക്കും, വീട്ടിൽ അതിനെക്കാട്ടി കോമഡി ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാം. സോ റിയൽ ക്യാരക്ടർ എങ്ങനെയാ അമ്മയുടെ മോളായിട്ടും? അത്ര കോമഡി ഒന്നുമല്ല, സീരിയസ് ആണ് അല്ലേ? സീരിയസും അല്ല. പിന്നെന്തോ നടുവിൽ നിൽക്കുന്ന സംഭവം കോമഡി. ബിക്കോസ് എനിക്കിങ്ങനെ ഈ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കോമഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ കോമഡി എലമെന്റുകൾ എപ്പോഴും മനസ്സിൽ വരിക, അങ്ങനെ ഒരാളല്ല ഞാൻ. അല്ല. ഓക്കെ ഓക്കെ. ആരെങ്കിലും സ്ക്രിപ്റ്റുകൾ തരുവാണെങ്കിൽ കോമഡി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ പെർഫോമൻസ് ചെയ്യും. ആരെങ്കിലും പറയുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ അതിന്റെ മാക്സിമം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. ഇന്നതൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നടക്കുന്ന തമാശകളൊക്കെ ഉണ്ടാവും. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും സഡനായിട്ട് വന്ന് പറയുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്നൊക്കെ തോന്നും, ചേട്ടാ നമുക്ക് അങ്ങനെ പറഞ്ഞാലോ, ഇങ്ങനെ പറഞ്ഞാലോ, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന അല്ലാണ്ട് എനിക്ക് അങ്ങനെ കോമഡിയുടെ വലിയ സെൻസ് അഭിനയിക്കും എന്നല്ലാണ്ട് റിയൽ ആയിട്ടുള്ളൊരു കോമഡി ഹ്യൂമർ അതില്ല. അങ്ങനെ ഞാൻ റിയൽ ലൈഫിൽ അങ്ങനെ വലിയ കൗണ്ടർ അടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. സീരിയസും അല്ല, എന്നാ നോർമൽ ആണടാ. സീരിയസ് ഭയങ്കര അങ്ങനെയൊന്നും അല്ല ഞാൻ. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ കൊടുക്കണ്ടല്ലോ, ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ബേസിക് ആയിട്ട് ഡാൻസർ ആണ്. വെറുതെ സീരിയസ്ലി ഞാൻ പോകാൻ വേണ്ടി പോവാണ്. ലാസ്റ്റ് ഞാൻ ഡാൻസ് കളിച്ചിട്ടില്ലെന്ന് പറയരുത്. 3 വയസ്സ് മുതൽ ഡാൻസ്. എന്റെ ആദ്യത്തെ ഗുരു അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. നീ അത് പറഞ്ഞപ്പോ എന്റെ ഈ ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ എനിക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, രഞ്ജിത്ത് മാമൻ എന്ന് ഞങ്ങൾ വിളിക്കുക. പുള്ളി ഇത് കാണുമ്പോ പറയാ, അവിടെ ചെന്നിരുന്നാൽ അവളുടെ കണ്ണിങ്ങനെ നിലത്തി കൂടെ ഉരുണ്ടോണ്ട് നടക്കും. എന്നെ രഞ്ജിത്തേട്ട എപ്പോഴും എന്നെ കളിയാക്കിയാണ്, നിന്റെ കണ്ണ് ഉരുണ്ടിപ്പോ വെളിയിൽ വരും അകത്തിട്ട്. നമ്മുടെ ഈ 7 തരത്തിലുള്ള എക്സ്പ്രഷനില്ലേ, ഇപ്പൊ ജഗദീഷ് ചേട്ടൻ നവരസങ്ങൾ 9 2 കൂട്ടിയോ? നവരസ ശരി, ഓക്കെ 9 വെറുതെ പറഞ്ഞ 2 കൂട്ടിയോന്ന്. അത് ഏന്നൊക്കെ. പക്ഷേ ഞാൻ അത് കാണിക്കും, അതല്ലേ നീ ഉദ്ദേശിച്ചത്? അത് കാണിക്കണം. പക്ഷെ ആ നവരസങ്ങൾ നീ പറയുന്നത് ഞാൻ കാണിക്കും. ഓ, അപ്പൊ ഒന്നും കാണിക്കണ്ട. നീ പറയും ഞാൻ കാണിക്കും, അല്ല ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കില്ല. നീ ഏത് പറയുന്നോ അത് ഞാൻ കാണിക്കും. പക്ഷെ കറക്റ്റ് നവരസം ഞാൻ ക്രോമിൽ നോക്കിട്ട് ഇപ്പൊ വരാവേ. ഗൂഗിളിൽ നോക്കാൻ പാടില്ല. ശരി, ഫൈൻ. അല്ലാതെ പറയണം. ശാന്തം. സെറ്റ്. ഓക്കെ, നൈസ്. 9 ഉണ്ടല്ലേ? ഞാൻ പറയും. വിനയം ശാന്തം ഒന്നാണല്ലേ? വിനയോ എന്ന് പറയുന്നത് നവരസത്തിൽ ഒരെണ്ണം ഇല്ല. ശാന്തം. ഓക്കെ, ശാന്തം. ബീവത്സം. ഓ, അതായത് ബീവത്സം. ഓക്കെ, സൂപ്പർ. സെക്കൻഡ് ബീവത്സം. ഭയാനകം. വാവ്. മൂന്നായി. ബാക്കി പറ. നീ ബാക്കി പറ. 3 അല്ലേ? യെസ്, ഭയാനകം. അട്ടഹാസം ഉണ്ടോ? എന്തുണ്ടല്ലോ അട്ടഹാസം അല്ല. നീ പറ 3 അല്ലേ? ആലോചിച്ച് നോക്കടാ ഇനിയുള്ള ഇമോഷൻസ്. ഗാംഭീര്യം. വീരം. അതില് വീരം. ഞാനാണെന്നുള്ള സാധനം അല്ലേ? വീരം. ഓക്കെ, നൈസ്. ഓക്കെ, പൂച്ച. ഇനി പുച്ചോ ഇല്ലേ? പുച്ഛത്തിന്റെ വേറൊരു ഇതാണ് ബീവത്സം. അത് നേരത്തെ കാണിച്ചായിരുന്നു അല്ലേ? പുച്ഛം എന്നല്ല, ഒരു സാധനം. അത് നേരത്തെ കാണിച്ചു. ഓക്കെ, ഇനി വേറെ എന്റേതായിട്ടുള്ള വേണ്ട. നീ ഇത് തന്നെ പറയണം. 9 രസം നീയാണ് നവരസം തുടങ്ങിയത്. ശരി. എത്ര 4 ഇനി എന്തൊക്കെ കിടക്കുന്നു നീ ആലോചിച്ച് നോക്ക്. ഞാൻ പറയാം, ഒരു ക്ലൂ തന്നാ ഞാൻ പറയാം. എനിക്ക് അറിയാം എനിക്ക് നവരസങ്ങള്. ഇനി എന്താ നമ്മുടെ ഇമോഷണൽ വേറെ എന്താ ഉള്ളത്? മറ്റേ സാധനം എന്താണ്? ശൃംഗാരം. ശൃംഗാരം ഉണ്ട്, അതറിയാമോ? അത് ഇല്ലാത്തോണ്ടായിരിക്കും ഓർമ്മ വരാത്ത. അല്ല, ശൃംഗാരം പറഞ്ഞ ഒരു സാധനമല്ലേ? ഓക്കെ, സൂപ്പർ.
നെക്സ്റ്റ് മറ്റേ ഇത് അത്ഭുതം. കാമം. കാമോ? അല്ല, അത് ഈ ശൃംഗാരത്തിലൊക്കെ തന്നെ വരുന്നതാണ്. ഇനി അത്ഭുതം. ഓക്കെ, അത് കട്ട് ചെയ്യണേ. കാമോ പറഞ്ഞു പോയി. അവിടുന്ന് പറഞ്ഞെന്നാ അത് ഉണ്ടാന്ന് ഞാൻ കാമോലടാ, ശൃംഗാരത്തിൽ വരുന്നതാണ് ഈ ആണല്ലേ. അത്ഭുതം. ആ, അത്ഭുതം. സൂപ്പർ. ഇനി എത്ര ഇപ്പോൾ 6 ശാന്ത, ബീവത്സം, ശൃംഗാരം, വീരം, അത്ഭുതം, ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനിയുണ്ടല്ലോ അല്ലേ? ഇനിയുണ്ട്. എന്തുവാ? കരുണം. 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 സൂപ്പർ. അടുത്ത് പറ. ഇതിപ്പോ ഞാൻ തന്നെ 3 പറഞ്ഞ. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണോ? എന്നാ പിന്നെ ഞാൻ നിനക്ക് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവനാണ് നവരസത്തിന്റെ കാര്യം പറഞ്ഞ, ഞാനല്ല. അപ്പൊ ആ നവരസം പറയേണ്ടത് ഇവനാണ്. ഞാനാണ്. പക്ഷെ നിങ്ങൾക്ക് മറന്നു പോകുന്ന ഡൗട്ട് ഉണ്ട് എനിക്ക്. നിന്റെ ട്രിക്കൊക്കെ നീ അവിടെ മനസ്സിൽ വെച്ചേ. നീ പറ. ശരി, ഞാൻ പറയാം. ഓക്കെ, ഫൈൻ. പക്ഷെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ട്. നീ കിട്ടാത്തപ്പോ എന്നാ ഞാൻ ഈ ഒന്നും പറയുന്നില്ല. നീ പറയുന്നത് വരെ ബാലൻസ് നമ്മളിപ്പോ എത്രണ്ണം പറഞ്ഞു? 7. നേരത്തെ 6 ആയിരുന്നില്ലേ? അല്ലേ? ആണോ? 7. 2 ഉണ്ട്. മനസ്സിലുണ്ട്. 2 ഉണ്ടാവും. ഉറപ്പാണ്? ഉണ്ട്. ഓക്കെ, ഫൈൻ. ഉറപ്പാണ്? ഉണ്ട്. ശരി. പക്ഷെ ഞാൻ പറയില്ല. നീ പറഞ്ഞ എനിക്ക് കിട്ടുമ്പോ പറയുന്നു. ബീവത്സം. അതാണ് നീ രണ്ടാമത് പറഞ്ഞത്. ബീവത്സം. ഗാംഭീര്യം. ഗാംഭീര്യമൊക്കെ പറഞ്ഞു. ഗാംഭീര്യത്തിന് പകരം നമ്മൾ വീരം പറഞ്ഞു. ഒരു ക്ലൂ തന്നെ. നീ പറ. ഞാൻ ക്ലൂ എന്ന് നീ പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്. നിനക്ക് പറഞ്ഞു തന്നപ്പോ. ഇല്ല, അത് നീ ഒരിക്കലും ഒരു ഫീലിങ്സും ഇല്ല. നീ തന്നെ പറഞ്ഞാ മതി. വേണമെങ്കിൽ ഇവരോട് ആരെങ്കിലും ചോദിച്ചോ. ഞാൻ പറയില്ല. എനിക്ക് ഫീൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവരോട് ആരെങ്കിലും. ക്യാമറ ചേട്ടൻ പറ. ശരി, അടുത്തെന്തായിരുന്നു? പെട്ടെന്ന് പറ. ഞാൻ പറയില്ല എന്ന് പറഞ്ഞില്ല. അല്ല, അറിയാത്തോണ്ടല്ല ഞാൻ പറയില്ല. ശരി, ഹാസ്യം കാണിക്കേ. ഹാസ്യം കാണിക്കണല്ലേ? ഓഹോ, എനിക്ക് പറ്റിയ സംഭവം അല്ലേ? കറക്റ്റ്. അപ്പൊ ഇനി ഉള്ളത് രൗദ്രം. ഓഫ്, അതെങ്കിലും പറഞ്ഞല്ലോ. എവിടെന്ന് പറഞ്ഞു? നീ പറ. നീ ഇപ്പൊ പറഞ്ഞല്ലോ. രൗദ്രം കാണിക്കേ. ഓക്കെ, പൊളിച്ചു. എനിക്ക് ഒരു സാധനം കൂടി കിട്ടാണ്ട്. കാരണം ഈ രൂപത്തിലും ഈ സംസാരത്തിലൊക്കെ കാണാൻ കൊതി കൊണ്ടാണ്. നാണൊന്ന് കാണിക്കാവോ? അതല്ലേ നേരത്തെ കാണിച്ചത്. നാണാണോ? കാരണം ഭയങ്കര എക്സ്പ്രോ ആയിട്ട് സംസാരിക്കുക. നാണം. നിനക്ക് എങ്ങനത്തെ നാണം വേണം? അതായത് ഡാൻസിലെ നാണം വേണോ? ഡാൻസ് അങ്ങനെ നാണം വേണോ? അതോ റിയൽ ആയിട്ടുള്ള നാണം വേണോ? അതോ എങ്ങനത്തെ നാണം? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആണെന്നല്ല കേട്ടോ, അതിൽ വേറെ പോകണ്ട. എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താ പറയുക, ഈ വിരലിങ്ങനെ എന്താ പറയുമല്ലോ, കോലഡ് അതൊന്നുമല്ല. ഒരു ആളിനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മടി, പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി കാണുമ്പോൾ സംസാരിക്കണം എന്നുണ്ട്. ആ ഒരു സാധനം. ഓക്കെ, അയാൾ നീയാണോ? ഞാനാണ്. ഈ എക്സ്പ്രഷൻ ഞാൻ അത്ര മോശമാണ്. വേണ്ട, ആകട്ടെ എന്നൊക്കെ ഒരു ക്യാരക്ടറിലേക്ക് മാറാലോ. അപ്പോൾ ഞാൻ വരുന്നു. അപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഭയങ്കര നാണം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ എന്നോട് കാണിക്കണം. ഞാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പെണ്ണ് നോക്കാൻ വരുന്നോന്നോ, അല്ലെങ്കിൽ ലവർ ആരെങ്കിലൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഓൺലൈൻ ചാറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം കാണുന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. ഓക്കെ, എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവണം. സെറ്റ്. എന്താ നാണാണോ? ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കാൻ ജലദോഷമുണ്ടോ? ഇല്ല. ഫുഡ് കഴിച്ചോ? എനിക്ക് നാണാവുന്നു, അതുകൊണ്ട് വേഗം ക്ലാപ്പ് ചെയ്ത്. എനിക്കൊന്നും കിട്ടുന്നില്ല. അടിപൊളി. സെറ്റ്. അടിപൊളി. നൈസായിട്ടുണ്ട്. ഓക്കെ.